ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഞ്ജു ഗർഭിണിയാണെന്നും അവൾ സാഗറിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേഘന് ഗംഭീര ഷോക്ക് കൊടുത്ത് ഞെട്ടിക്കുന്നുണ്ട് മാർക്കോ. ഗർഭിണിയായ മഞ്ജു ഇനി ഒരിക്കലും തൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നില്ല എന്ന് തിരിച്ചറിയുന്ന മേഘനാണെങ്കിൽ കലിപ്പോടെ കമലേശ്വരത്ത് എത്തുന്നു. മഞ്ജു ഗർഭിണിയാണെന്നുള്ള വിവരം മേഘനിൽ നിന്നും അറിയുന്ന ദുർഗയും ഉണ്ണിയും കരുണയും അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. ഇതേസമയം കണ്ണനും മഹാലക്ഷ്മിയും അവിടേക്ക് വരുന്നു. എല്ലാം ഇവരറിഞ്ഞുകൊണ്ടാണെന്നും നമ്മളെ വെറുതെ മണ്ടന്മാരാക്കുകയാണെന്ന് മേഘൻ കുറ്റം ആരോപിക്കുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും മേഘന് കണക്കിന് കൊടുത്ത് വിടുന്നുണ്ട്. ഏതായാലും മഞ്ജു ഗർഭിണിയാണെന്ന് അറിയുന്ന കണ്ണനും മഹാലക്ഷ്മിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് അവർ പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് മഞ്ജുവിനെ കാണാൻ പോകാനായിട്ട് തന്നെ തീരുമാനിക്കുന്നു. ഗർഭിണിയായിട്ടുള്ള മഞ്ജുവിനോട് മേഘൻ പ്രതികാരം എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ മാർക്കോ അവനെ കൈകാര്യം ചെയ്യുമെന്നും മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്നത് കൊണ്ടാണ് അവൻ തൽക്കാലത്തേക്ക് അടങ്ങിയിരിക്കുന്നതെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. ശേഷം ഉണ്ണി പറയുന്നുണ്ട്, മഞ്ജു ഒരു അമ്മയാകാൻ പോകുന്ന സ്ഥിതിക്ക് ഇനി ആ ബന്ധം എന്തായാലും അറുത്ത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പറ്റും, ആ കുഞ്ഞിനെ കളയുകയാണെങ്കിൽ എന്ന് മേഘൻ പറയുന്നത് കേട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കരുണ തന്നെയാണ്. കാരണം തനിക്ക് മുൻപ് മഞ്ജു ഒരമ്മയാകുന്നത് കരുണയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവൾ മഞ്ജുവിനോടുള്ള അസൂയയാണ് കരുണയുടെ മനസ്സ് നിറയെ. അതിന് അപ്പച്ചി വിചാരിക്കണം. അപ്പച്ചി മഞ്ജുവിനോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ അവസാനിപ്പിച്ച് അവളെ ചേർത്ത് പിടിക്കണമെന്ന് മേഘൻ പറയുമ്പോൾ അതെങ്ങനെ മേഘ, ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി അവളോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ദുർഗ പറയുമ്പോൾ അപ്പച്ചിയോട് ആര് പറഞ്ഞു അവളോട് ക്ഷമിക്കാൻ? അവളെ സ്നേഹിക്കുന്നത് പോലെ അപ്പച്ചി അഭിനയിക്കണം, എങ്കിലേ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ തൻ്റെ മനസ്സിലുള്ള ചതി ദുർഗയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരുണയും പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ പായസത്തിൽ വിഷം ചേർത്ത് ഇല്ലാതാക്കാൻ കൂടിയവർക്കുള്ള ശിക്ഷയാണ് ഇത്. അവരും ഇപ്പോൾ മഞ്ജുവിൻ്റെ പക്ഷത്താണല്ലോ, അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മളിത് നടപ്പിലാക്കണം, എങ്കിലേ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വേദന എനിക്ക് കുറച്ചെങ്കിലും തീരൂ എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ആദ്യത്തെ പേരക്കുട്ടി ജനിക്കേണ്ടത് ഉണ്ണിയേട്ടൻ്റെ ആയിരിക്കണമെന്നും കരുണ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ദുർഗയും ആ ചതിക്ക് കൂട്ടു നിൽക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവിനെ കാണാനായിട്ട് അവളുടെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ കണ്ണൻ നടന്നു വരുന്നത് കാണുന്ന മഞ്ജുവിന് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. കണ്ണനെയും മഹാലക്ഷ്മിയെയും അകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട് കേട്ടോ മഞ്ജുവും സാഗറും. അപ്പോൾ സാഗറിനാണെങ്കിലും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും തന്നോടുള്ള പിണക്കമൊക്കെ മറന്ന് അവരുടെ വീട്ടിലേക്ക് വന്നതിൽ. മഞ്ജു ഒരമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്കും കണ്ണേട്ടന് പിന്നെ ഇരിക്കപ്രതി ഉണ്ടായില്ല, നിന്നെ വന്ന് കാണണമെന്ന് തോന്നി എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ സാഗറും മഞ്ജുവും. മേഘൻ ഇതിൻ്റെ പേരിൽ കമലേശ്വരത്ത് വന്ന് ബഹളം വെച്ചു. അവന് നിന്നെ നഷ്ടപ്പെട്ടു, ഇനി നിനക്കൊരു കുഞ്ഞുകൂടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം കുറച്ചൊന്നുമല്ല അവനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ണൻ പറയുമ്പോൾ കാര്യം മനസ്സിലാകാതെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ സാഗറും മഞ്ജുവും. തുടർന്ന് മഞ്ജുവും സാഗറും കണ്ണനോടും മഹാലക്ഷ്മിയോടും സത്യങ്ങളെല്ലാം പറയുന്നു. കണ്ണേട്ടനും ഏട്ടത്തെയും കരുതുന്നത് പോലെ ഞാൻ ഗർഭിണിയല്ല, മാർക്കോ മേഘന് കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് മാത്രമാണതെന്ന് മഞ്ജുവും. മാർക്കോ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് സാഗറും പറയുന്നുണ്ട്. തുടർന്ന് എന്തായാലും എനിക്ക് ഏട്ടൻ നടക്കുന്നത് നേരിട്ട് കാണാൻ കഴിഞ്ഞല്ലോ, അതിൽ പോലെ ഒരു സന്തോഷം എനിക്കിനി വേറെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും അല്പം നിരാശ തോന്നുന്നുണ്ട്. കാരണം മഞ്ജു ഗർഭിണിയാണെന്ന് കരുതി സന്തോഷിച്ചിട്ടാണ് അവർ വന്നത്. അപ്പോൾ അതല്ല എന്നറിയുമ്പോൾ അവർക്ക് ചെറിയൊരു നിരാശ തോന്നുന്നുണ്ടെങ്കിലും മഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. നീ ഇനി ഒരിക്കലും കഷ്ടപ്പെടരുതെന്നും എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണനും മഹാലക്ഷ്മി മഞ്ജുവിനോട്. എന്തായാലും മാർക്കോ ഇങ്ങനൊരു കള്ളം പറഞ്ഞത് എന്തിനായിരിക്കും? മേഘൻ ഇനി അവൻ അടങ്ങിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എങ്കിലവനെ മാർക്കോ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് സാഗരം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജുവിനോടും സാഗറിനോടും യാത്ര പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും ഇറങ്ങുന്നു. അവർ പോയതിന് ശേഷം മഞ്ജു സാഗറിനോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടൻ നടക്കുന്നത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇനി ഏട്ടത്തിക്കും ഏട്ടനും ഒരു കുഞ്ഞു കൂടി ജനിക്കണം, ആ കുഞ്ഞിനെ മടിയിലിരുത്തി എനിക്ക് ലാളിക്കണം, അതിനു മുൻപ് നമുക്കൊരു കുഞ്ഞ് ജനിക്കേണ്ട, കമലേശ്വരം തറവാട്ടിൽ ആദ്യം ഒരു കുഞ്ഞു പിറക്കേണ്ടത് എൻ്റെ ഏട്ടൻ്റെ ആയിരിക്കണമെന്നും മഞ്ജു സാഗറിനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മി മാർക്കോയെ ചെന്ന് കാണുന്നു. തുടർന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മാർക്കോ നീ മഞ്ജു ഗർഭിണിയാണെന്ന് മേഘനോട് പറഞ്ഞത്?
അതവനെ കൂടുതൽ ചൊടിപ്പിക്കാനല്ലേ ഉപകരിക്കൂ. പിന്നെ അമ്മയും മോളും തമ്മിൽ ഒരുമിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ സ്വന്തം മകൾ അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് ഒരിക്കലും അവളുടെ അമ്മ അവളെ സ്നേഹിക്കില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ, അതേ മാർക്കോ, സ്വന്തം മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷമല്ല, മറിച്ച് അവളെ കൊല്ലാനുള്ള ദേഷ്യമാണ് ഞങ്ങൾ അവരുടെ മുഖത്ത് കണ്ടത്. സ്വന്തം മോളെ ചതിച്ചെങ്കിലും അനന്തരവനോട് തന്നെയാണ് അവർക്ക് ഇപ്പോഴും ചായ്വ്. ഉണ്ണിക്കും അങ്ങനെ തന്നെ. കരുണയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നെല്ലാം കണ്ണനും മഹിയും വീണ്ടും മാർക്കോയോട് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അവിടെയാണ് കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും തെറ്റിപ്പോയത്. ഗർഭിണിയായ സ്വന്തം മോളെ അവർ വീട്ടിലേക്ക് ക്ഷണിക്കും. എന്തിനാണെന്നറിയോ? വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ എന്ന് മാർക്കോ പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ കണ്ണനും മഹാലക്ഷ്മിയും. അപ്പോൾ എന്താ മാർക്കോ നീ പറയുന്നതെന്ന് കണ്ണനും മഹിയും ചോദിക്കുമ്പോൾ, അതേ കണ്ണൻ സാറേ, ഞാൻ കണക്ക് കൂട്ടലിതുപോലെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മേഘൻ പറഞ്ഞത് കേട്ട് സാറിൻ്റെ രണ്ടാനമ്മ മഞ്ജുവിനെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കും. അവിടെയാണ് എൻ്റെ കളി തുടങ്ങാൻ പോകുന്നത് എന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട് മഹി. അങ്ങനെ മാർക്കോയുടെ ആ പ്ലാൻ കണക്ക് കൂട്ടൽ ഒട്ടും തെറ്റുന്നില്ല. ദുർഗ മഞ്ജുവിനെ ദേഷ്യമെല്ലാം മറന്ന് കമലേശ്വരത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ദുർഗ പറഞ്ഞത് പ്രകാരം സ്നേഹാഭിനയിച്ച് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ജ്യൂസിൽ വിഷം കലർത്തി മഞ്ജുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് കളയാനുള്ള ഒരു ശ്രമമാണ് ദുർഗയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അപ്പം മഞ്ജുവിനാണെങ്കിൽ ദുർഗയുടെ ഈ സ്നേഹമെല്ലാം വെറും അഭിനയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഞ്ജു അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നുണ്ട്. ഒടുവിൽ ആ വിഷം കഴിച്ച ജ്യൂസ് ഉണ്ണിക്ക് തന്നെയാണ് കേട്ടോ, ഉണ്ണി തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ ഉണ്ണിക്ക് തന്നെയാണ് ഒരു ദുരന്തം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുവരെ കരുണയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കാണ് എല്ലാ തിരിച്ചടികളും കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ഉണ്ണി തന്നെയാണ് ആ ഒരു ഉണ്ണിക്ക് തന്നെയാണ് ഒരു ദുരന്തം ഉണ്ടാകുന്നത്. അങ്ങനെ സ്വന്തം അമ്മ തന്നെ മകൻ്റെ ആ ദുരന്തത്തിന് സാക്ഷിയാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്